നമസ്കാരം. ആദരണീയരായ വിധികർത്താക്കളെ, പ്രിയ കൂട്ടുകാരെ, ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണികളിലൊന്ന് ഇവിടെ താണ്ഡവമാടുന്ന ലഹരി സംസ്കാരമാണ്. വിദ്യാർത്ഥികളുടെ ചിന്താരീതികളെയും പെരുമാറ്റത്തെയും ആരോഗ്യത്തെ തന്നെയും നശിപ്പിക്കുന്ന ലഹരി വസ്തുക്കൾ ഇന്ന് കമ്പോളത്തിൽ സുലഭമാണ്. മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ തങ്ങളുടെ പ്രകടന പത്രികയിലും തിരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിലും മദ്യനിരോധനത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ നാടനും വ്യാജനുമായ മദ്യം കാലവർഷ പ്രവാഹം പോലെ ഒഴുകുകയാണ്. മദ്യവും അതുമൂലമുണ്ടാകുന്ന ദുരന്തങ്ങളുടെയും വാർത്തകൾ പത്രമാധ്യമങ്ങളിലൂടെ നമ്മുടെ മുൻപിൽ എത്തുമ്പോൾ നാം ഞെട്ടുകയും ആത്മരോഷം കൊള്ളുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനൊക്കെ എത്രയോ അപ്പുറമാണ് മയക്കുമരുന്നിന്റെ ഉപയോഗം മൂലം പൊലിയുന്ന വിദ്യാർത്ഥി സമൂഹം. ഓരോ ദിവസവും നിരവധി വിദ്യാർത്ഥികളാണ് മയക്കുമരുന്നിന്റെ അഗ്നിയിൽ എരിഞ്ഞമരുന്നത്. മയക്കുമരുന്നിന്റെ മാസ്മരിക ലോകത്തിൽ എരിഞ്ഞമർന്ന് നൊന്തുപറ്റിയ അമ്മയുൾപ്പെടെ 5 പേരെ കൊലപ്പെടുത്തിയ അഫാൻ യുവാക്കളുടെ ഇടയിൽ ഇതിന്റെ സ്വാധീനം എത്ര വലുതാണെന്ന് നമുക്ക് പ്രകടമാക്കി തരുന്നു. നേരത്തെ 50 വയസ്സിന് മുകളിലുള്ളവർ റീഹാബിറ്റേഷൻ സെന്ററുകളിൽ എത്തിയിരുന്നുവെങ്കിൽ ഇന്നത് 13 വയസ്സാണ് എന്നത് നമ്മെ ഏവരെയും ഞെട്ടിപ്പിക്കുന്ന സത്യമാണ്. തിരുവനന്തപുരത്തെ ഡോൺ ബോസ്കോ സൊസൈറ്റി നടത്തിയ സർവേയിൽ കേരളത്തിലെ 28.7% ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളും ഒരു പ്രാവശ്യമെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ളവരാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പുകവലിശീലം കുറഞ്ഞു വരുമ്പോൾ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടി വരുന്നതായി കണക്കുകൾ രേഖപ്പെടുത്തുന്നു. കേരളത്തിലെ പ്രകടമായ വിദ്യാഭ്യാസ മാറ്റം പുതുതലമുറയെ ലഹരി വസ്തുക്കളിലേക്ക് അടുപ്പിച്ച ഘടകമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രചാരണം ലഭിച്ചതോടെ വിദ്യാർത്ഥികൾ ബാംഗ്ലൂർ, കൊച്ചി, മംഗലാപുരം തുടങ്ങിയ വൻ നഗരങ്ങളിലേക്ക് ചേക്കേറുന്നത് വ്യാപകമായി. ഇങ്ങനെ ചേക്കേറുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം വളരെ ഉയർന്ന നിരക്കിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിലെ സ്കൂൾ കോളേജുകൾ കേന്ദ്രീകരിച്ചാണ് ലഹരി വേട്ട. വിൽക്കാനും വാങ്ങാനും ഹോൾസെയിലായി കൊണ്ടുവരുന്നതിനും നമ്മുടെ കുട്ടികൾ ചരട് വലിക്കുന്നതിന് അന്തർദേശീയ റാക്കറ്റുകൾ. ഓൺലൈൻ വിപണനത്തിനായി ഡ്രഗ് മാഫിയ ഇവിടെ സജീവമാണെന്നറിയുമ്പോഴും ഇതിന്റെ ഭീകരത വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. കുടുംബ വഴക്ക്, ചുറ്റുമുള്ളവരോടുള്ള വാശി, പഠനത്തോടുള്ള പേടി എന്നിവയൊക്കെയാണ് ഒരു വിദ്യാർത്ഥിയെ ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവർ അഭയം തേടുന്നത് ലഹരിയിലാണ്. എന്നാൽ ജീവിത പ്രശ്നങ്ങളോട് പൊരുതി വിജയം നേടുന്നതാണ് യഥാർത്ഥ ലഹരി എന്ന് നമുക്ക് തിരിച്ചറിയാം. നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ എന്ന കവിതാവാക്യത്തിന്റെ ആന്തരികാർത്ഥം മനസ്സിലാക്കി ഇരിക്കുന്ന കമ്പ് മുറിക്കുന്ന മരം വെട്ടുകാരന്റെ വെറും നിഴലുകളായി മാറാതെ ലഹരി വിരുദ്ധ കേരളം എന്ന സ്വപ്നത്തിനായി നമുക്കൊരുമിച്ച് പരിശ്രമിക്കാം. അതിനൊരു പൗരൻ എന്ന നിലയിൽ എനിക്കും നിനക്കും ഉത്തരവാദിത്തമുണ്ട്. കേരള സർക്കാരിന്റെ വിമുക്തി മിഷനോട് ചേർന്ന്, കേരള പോലീസിന്റെ യോദ്ധാവ് മിഷനോട് ചേർന്ന്, ഐക്യരാഷ്ട്രസഭയുടെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളോട് ചേർന്ന് നമുക്കൊരുമിച്ച് കൈകൾ കോർക്കാം ലഹരി എന്ന മഹാവിപത്തിനെതിരെ. നന്ദി.